വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനവും ശക്തമായ പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് പ്രതിപക്ഷ തീരുമാനം. ഈ അയോധ്യ സംഭാവന ക്രമക്കേട് അടിയന്തരമായി ചർച്ച ചെയ്യണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. അതേസമയം വന്ദേ മാതരത്തെ അപമാനിക്കുന്നവർക്ക് ശിക്ഷ ഉറപ്പാക്കുന്ന ബില്ല് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഇന്നലെയും സഭ പ്രക്ഷുബ്ധമായിരുന്നു. അപ്പോൾ ഇന്നും ഇതിനൊന്നും ഒരു മാറ്റം വരില്ല, അല്ലേ? ഈ വർഷകാല സമ്മേളനം മുഴുവൻ ഇത്തരത്തിൽ പ്രക്ഷുബ്ധമായേക്കും എന്ന സൂചന തന്നെയാണ് ആദ്യ ദിനം തന്നെ നൽകിയത്. ഒരു മിനിറ്റ് പോലും സഭാ നടപടികൾ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത തരത്തിലുള്ള ബഹളം, പ്രതിഷേധം പ്രതിപക്ഷം ഉയർത്തിയിരുന്നു. വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് അതിൽ അയോധ്യ സംഭാവന ക്രമക്കേട്, ചോദ്യപേപ്പർ ചോർച്ച, കൂടാതെ വിലക്കയറ്റം, ജന്തർ മന്ദിറിലെ സമരം, ഇതെല്ലാം ഉയർത്തിക്കൊണ്ട് ഈ വിവിധ വിഷയങ്ങൾ അടിയന്തരമായി ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങിക്കൊണ്ട് സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയത്. നിരവധി തവണ പ്രതിപക്ഷത്തെ നിയന്ത്രിക്കാൻ സ്പീക്കറും രാജ്യസഭയിൽ ചെയർമാനും ശ്രമിച്ചുവെങ്കിൽ പോലും അതിന് വഴങ്ങാതെ ഈ വിഷയങ്ങൾ അടിയന്തരമായി ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്ലക്കാർഡുകളുമായാണ് നടുത്തളത്തിലേക്ക് പ്രതിപക്ഷം ഇറങ്ങിയത്. അതുകൊണ്ട് വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം തന്നെ പ്രതിപക്ഷ ബഹളത്തിൽ പൂർണ്ണമായും മുങ്ങിയിരുന്നു. അതിന് സമാനമായി രണ്ടാം ദിനവും ശക്തമായ പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള കൂടിയാലോചനകൾ പ്രതിപക്ഷ മുന്നണി നേതാക്കൾക്കിടയിൽ നടത്തിയിട്ടുണ്ട്. അയോധ്യ സംഭാവന ക്രമക്കേട് അടിയന്തരമായി ചർച്ച ചെയ്യണം, അതിന്റെ വിഷയം പാർലമെന്റിലൂടെ ജനങ്ങളെ അറിയിക്കണം, ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ട് വ്യക്തമാക്കണം തുടങ്ങിയിട്ടുള്ള ആവശ്യമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. എന്നാൽ സർക്കാർ നിലപാടാകട്ടെ ക്രിയാത്മകമായ ചർച്ചകൾ പാർലമെന്റിനകത്ത് നടത്തണം. നിലവിൽ ഉന്നയിക്കുന്ന ഈ വിഷയങ്ങൾ, അയോധ്യ ക്രമക്കേട് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചട്ടപ്രകാരം സഭയ്ക്കുള്ളിൽ ചർച്ച ചെയ്യാം എന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. അതായത് പൂർണ്ണമായും പ്രതിപക്ഷത്തിന് വഴങ്ങിക്കൊണ്ട് ഈ വിഷയങ്ങൾ അടിയന്തരമായി ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറല്ല. അതുകൊണ്ട് തന്നെയും ഇന്നും ഒപ്പം വരും ദിവസങ്ങളിലും ഈ പാർലമെന്റിന്റെ ഈ വർഷകാല സമ്മേളനം പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത. അതിനിടയിൽ ഇന്ന് വന്ദേ മാതരത്തെ അപമാനിച്ചാൽ ശിക്ഷ ഉറപ്പാക്കുന്ന ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇന്നലെയും ലോക്സഭാ സെക്രട്ടേറിയറ്റ് ഈ ബില്ല് ലിസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ പോലും, അജണ്ടയിൽ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിൽ പോലും അത് അവതരിപ്പിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമായിരുന്നു ലോക്സഭയിൽ ഉണ്ടായിരുന്നത്. ഇന്നും ലോക്സഭയിൽ ഈ ഒരു ബില്ല് അവതരിപ്പിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിനുള്ള അവസരം സഭയ്ക്കകത്തുണ്ടാകുമോ എന്നാണ് നോക്കിക്കാണേണ്ടത്. ഈ വന്ദേ മാതരത്തെ അപമാനിച്ചാൽ ശിക്ഷ ഉറപ്പാക്കുന്നതുൾപ്പെടെ 7 നിർണായക ബില്ലുകളാണ് സർക്കാർ ഇത്തവണ ഉദ്ദേശിക്കുന്നത്. അതിൽ FCRA വിദേശ ഫണ്ടിന്റെ അതിൽ കൊണ്ടുവരുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന FCRA നിയമ ഭേദഗതി, കൂടാതെ ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ഉൾപ്പെടെ നിർണായകമായ 7 ബില്ലുകളാണ് സർക്കാരിന്റെ പരിഗണനയിലുള്ളത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, ഒപ്പം ഈ വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട ബില്ലുകൾ അന്തിമ രൂപത്തിലാണ് എങ്കിൽ പോലും അത് ഈ സമ്മേളന കാലയളവിൽ അവതരിപ്പിക്കുമോ എന്നതിൽ വ്യക്തതയില്ല.